ഞാൻ ആദ്യം വരുമ്പം വന്ന് നമ്മുടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ റീച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. അന്ന് സൂര്യ ചാനൽസിൻ്റെ റീച്ച് ആലോചിച്ച് നോക്കൂ. അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജയസൂര്യക്ക് ആദ്യമായിട്ട് ഊമപ്പെണ്ണിനെ ഉരിയാടാ പയ്യൻ കിട്ടുന്നത്, ചാൻസ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പിടിച്ച കിട്ടത്ത ലെവലിലോട്ടങ്ങ് മാറിയില്ല. സുവർണ്ണഗീതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ പറയുമ്പോൾ അതിലെ ക്രിയേറ്റിവിറ്റി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരും. പിന്നെ ക്വാളിറ്റി ഓഫ് സോങ്സ് ഇല്ലേ, സോങ്സ് പണ്ട് നല്ല പാട്ടുകളുണ്ടായിരുന്നു. 10 വർഷമൊക്കെ ഒരു പാട്ടിനകത്ത് അവരങ്ങ് കാണിക്കും. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു വലിയ ആളാവുന്നവരെ ഒരു പാട്ടിലൂടെ അത് ഇന്നിപ്പോ ആ ഒരു ഇതില്ല. സൂര്യയും ഏഷ്യാനെറ്റും ആയിരുന്നു മത്സരം. നമുക്കൊരു ഡ്രൈവാണത്. നമുക്ക് ചുമ്മാ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ ആളുകളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിയല്ല. നമുക്കൊരു ഊർജ്ജം കിട്ടണമെങ്കിൽ നമ്മുടെ പിറകെ ഒരാളെ ഓടുമ്പോഴല്ലേ നമുക്ക് ഓടാനുള്ളൊരു ഇത് കിട്ടുള്ളൂ, വാശി കിട്ടുള്ളൂ. നയൻതാരയൊക്കെ കൈരളിയിലോ ചാനലിൽ കോപ്പിറൈറ്റാണ് ആദ്യം തുടങ്ങുന്നത്, പിന്നെയാണ് മനസ്സിനക്കരയിൽ വരുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആങ്കറിങ് ആണ്. ഇന്നത്തെ പേടി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഭീകര പേടിയാണെന്ന്. ഇന്ന് ഭയമില്ല. ഇന്ന് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് എടുത്തോടുകൂടി, വടി എടുത്തോടുകൂടി ആ ഭയം മാറി. അവരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് വേറൊന്ന്. എല്ലാവരും യൂസ് ചെയ്യുന്നതിന് പകരം പല കാര്യങ്ങളും മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നേരത്തെ മമ്മൂക്കനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന സംഭവം, അറിയാങ്ങളുടെ വീട് എന്നൊരു ഫിലിമിൽ ഒരു ക്ഷണം ഉണ്ടായിരുന്നു. ശരിക്കും എന്ത് പറ്റി? അത് ഞാൻ സൂര്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് ഇങ്ങനെ ഒരു ഫിലിമിനെ കുറിച്ച് വന്നപ്പോഴത്തേക്കും നല്ലൊരു ചാൻസ്. ശരിയാണ്. പക്ഷെ ആ പടം നന്നായിട്ട് വന്നില്ലേ, അതെന്തുകൊണ്ടാണ്? ഞാനില്ലാത്തോണ്ടാണ്. എനിക്ക് അഭിനയം പറ്റൂല. കാരണം അത് ശരിയാണ്, ലൈവായിട്ടുള്ളൊരു അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ഇരിക്കാം നമുക്ക്. ഈ പറയുന്ന പോലെ ഇപ്പം സിനിമ അതിൽ ലക്ഷ്മി ഗോപാലസ്വാമി നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അവരുടെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിമാണല്ലോ അത്. വിളിച്ചു അഭിനയിക്കുന്ന ആരൊക്കെയാണ്? ലോഹിദാസ് പോലത്തെ ഒരു ഡയറക്ടർ, മമ്മൂട്ടി പോലത്തെ ഒരു പിന്നെ അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത ഞാനും കൂടെ അതിനകത്ത് കയറിയാൽ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു പടം ഇല്ലാതെ എനിക്ക് അഭിനയം ശരിയാവില്ല. ട്രൈ ചെയ്തിട്ടെങ്കിൽ ഇപ്പൊ മാം എവിടെ എത്തിയാലോ? അഭിനയത്തിൽ ഒരിടത്തും എത്താൻ പോണില്ല എന്നുള്ള എനിക്ക് എന്നെ പറ്റി നല്ല ധാരണ ഉള്ളത് കൊണ്ടാണ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ആദ്യം വന്നാൽ ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വയംവരം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണജിയുടെ. അദ്ദേഹത്തിന്റെ അതിലൊന്നും ഞാൻ മധുവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വല്ല എന്താ പറയാ ഉറുമ്പ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അന്നും എനിക്ക് അഭിനയം എന്ന് പറയുന്ന സാധനം ഇതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അറിയണ്ടേ? അല്ല മാം പറയട്ടെ, ഈ അഭിനയിക്കാൻ അറിയില്ല മാം പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ എല്ലാവരും ശരിക്കും അഭിനയിക്കുന്നില്ലേ? അഭിനയിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആരും പറയില്ല. നമ്മൾ തന്നെയാണ് പറഞ്ഞിട്ട് നമ്മളങ്ങ് ഇറങ്ങുകയാണ്. അത് പറയുന്നതും തീർന്നു. ഭയങ്കര കോൺഷ്യസ് ആവില്ലേ? അയ്യോ അതൊന്നും പറ്റൂല. ആ ഒന്നും നമ്മുടെ അതൊരു പ്രത്യേകിച്ച് ഒരു വലിയ ടാലന്റ് വേണം അതിന്. ചുമ്മാ ഇപ്പം ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. എന്തുകൊണ്ട് എല്ലാവരും നിൽക്കുന്നില്ല, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതിന് അതിനൊരു നല്ല റുട്ടീൻ വേണം, ചിട്ട വേണം, പഠിത്തം വേണം, പ്രത്യേകിച്ചൊരു നല്ല വേണം, ഒബ്സർവേഷനുള്ള ഒരു കഴിവ് വേണം. അങ്ങനെ ഒരുപാട് ഇതുണ്ടെങ്കിൽ നല്ലൊരു ആക്ടറായിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഫീൽഡ് അതൊന്നും എനിക്ക് പറ്റിയതല്ല. സിനിമ ഇഷ്ടമല്ലേ? സിനിമ ഇഷ്ടമാണ്, ഓഫ് കോഴ്സ്. സിനിമ വാച്ച് ചെയ്യും. പിന്നെ സിനിമയൊക്കെ ഞാൻ വാച്ച് ചെയ്യും. കൂടുതൽ ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിലും സിനിമ കാണാൻ ഇഷ്ടമാണ്. സിനിമ കാണാൻ ഇഷ്ടം. എല്ലാ സിനിമ ഇഷ്ടമാണ്. എല്ലാ ടൈപ്പ് സിനിമയും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഓഫ് ലേറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അഭിനയിക്കുക, യു ആർ ആക്ടിങ്, മനസ്സിലായില്ലേ? ഒരു ഡയറക്ടറിന്റെ ആക്ടർ ആയിരിക്കണം. അഭിനയമാണ് ഇന്ന് നാച്ചുറൽ. മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആക്ടിങ് അല്ല ഇപ്പം റിയാക്ടിങ് ആണ്. പറയുമ്പോഴത്തേന് ആ സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ കുട്ടികളൊക്കെ അവർ ക്യാമറ അവിടെ ഫ്രണ്ടിലുണ്ടെന്നുള്ള ബോധം പോലും അവർക്ക് ഇല്ലാന്ന് തോന്നിപ്പോ. അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. പണ്ടത്തേൽ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ആ കഥയ്ക്ക് ഒരു തന്തുണ്ട്, അതിനൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പറയാൻ. ഇന്ന് സംഭവങ്ങൾ മാത്രമാണ്. ഇതൊരു എന്താ പറയുക, ഒരു നമ്മുടെ പണ്ടത്തെ രാമായണോ മഹാഭാരതമോ ഒക്കെ പറയുന്ന ഒരു കഥ പറയും, മനസ്സിലായില്ലേ? ഇന്ന് അതല്ല, ഇന്ന് സംഭവങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ ആ സംഭവങ്ങൾ പോലും എന്ത് രസമായിട്ടാണ് ഇന്ന് കുട്ടികൾ ആക്ട് ചെയ്യുന്നത്. ആ ആക്ടിങ് കാണുമ്പോൾ ആക്ടിങ് ആണെന്ന് തോന്നുകയില്ല. നമ്മളിങ്ങനെ അടുത്ത മുറി നടക്കുന്ന ഒരു സംഭവം പോലെയാണ് തോന്നുന്നത്. എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് പലതും. ഇന്ദ്രൻസിന്റെ ഒക്കെ അതും മഞ്ജുവിന്റെ തന്നെ ആ മറ്റേ അതൊക്കെ എന്തൊരു പടങ്ങളാണ് അതൊക്കെ. ഞാൻ മഞ്ജുവിനെ കൊണ്ട് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ
ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. അവരുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം ഒരു വീട്ടിൽ നടക്കുന്ന സംഭവം പോലെയാണ് അവരൊക്കെ ചെയ്യുന്നത്. അത് എത്ര മനോഹരമായിട്ടാണ് അവർ ഡെപ്പിക്ട് ചെയ്യുന്നത്. അതുപോലെ പല പുതിയ പടങ്ങളും ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പം മുട്ടിയിട്ട് ഇരുന്ന് കാണാമല്ലോ, തിയേറ്ററിൽ തന്നെ പോകണമെന്നില്ല. പക്ഷെ അതുപോലും എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കുറെ കൂടെ നല്ല മെസ്സേജസ് കൂടെ വരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ഫിലിമൊക്കെ നോക്കുമ്പോൾ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു കൊച്ചാണെങ്കിൽ ആൾ വളർന്ന് വലുതായി മാരേജിലേക്ക് പോകുന്നു, ആ കൊച്ച് അങ്ങനെ ആയിട്ട് മെസ്സേജസ് ഉണ്ട്. കുറേ ഒരു ഫാമിലി നടക്കുന്ന ഒരു ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മണിക്കൂറിൽ കഥ അല്ലെങ്കിൽ ലിഫ്റ്റിലുണ്ടായിരുന്ന കഥ, ബസ്സിലൂടെ ഒരു കഥ ഒതുങ്ങിപ്പോയി. പക്ഷെ ഡ്യൂറേഷൻ സെയിം ആണ്, 3 മണിക്കൂറാണ്. പക്ഷെ മാം ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് എന്താ പറഞ്ഞുതരാം. പിന്നെ ക്വാളിറ്റി ഓഫ് സോങ്സ് ഇല്ലേ, സോങ്സ് പണ്ട് നല്ല പാട്ടുകളുണ്ടായിരുന്നു. അതുമായിട്ട് ഒരു ബന്ധമില്ല എങ്കിൽ അന്നത്തെ സിനിമകളിലെ പാട്ടുകളുടെ കാര്യം അതാ ഒരു 10 വർഷമൊക്കെ ഒരു പാട്ടിനകത്ത് അവരങ്ങ് കാണിക്കും. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു വലിയ ആളാവുന്നവരെ ഒരു പാട്ടിലൂടെ അത് ഇന്നിപ്പോ ആ ഒരു ഇതില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്നിപ്പോ അങ്ങനെ ഈ പറഞ്ഞ പോലെയാണ്. നമ്മളൊരു ലൈഫ് സ്റ്റൈലല്ല, ഐ മീൻ ലൈഫ് സ്പാൻ അല്ല കാണിക്കുന്നത്. നമ്മളിപ്പോ കാണിക്കുന്നുണ്ടോ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ അവിടെ പാട്ടിന് പ്രസക്തി ഇല്ല. ആക്ച്വലി പാട്ട് അതിനൊരു പ്രസക്തി വരുന്നില്ല. അന്ന് ആ വരികൾക്ക്. പിന്നെ അന്നത്തെ അത്രയും പ്രൂവേഴ്സ് ഉള്ള ആൾക്കാർ എവിടെയുണ്ട്? വയലാർ, ശ്രീകുമാരൻ, ഒരു നിര തന്നെയുണ്ട്. ദേവരാജൻ മാഷ്, അതുപോലെ എത്ര നല്ല ഇത് യേശുദാസിനെ പോലെ ഒരു മഹാനായ പാട്ടുകാരൻ, ജയചന്ദ്രൻ, പാട്ടുകാരികളായാലും തന്നെ ചിത്ര, അതുപോലെ ജാനകിയമ്മ, അവരൊക്കെ എത്രയോ നല്ല പാട്ടുകാരും, സുജാത, എല്ലാവരും പേരെടുക്കാൻ നിന്നപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ ഹാഫ് ആൻ അവർ പോരാ. അത്രയും നല്ല പാട്ടുകൾ വരുമായിരുന്നു. നമ്മുടെ ടച്ച് ചെയ്യുന്ന പാട്ടുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്ര പാട്ടുകൾ വരുന്നില്ല. അതിലൊരു സങ്കടമുണ്ട് എനിക്ക്. നല്ല പാട്ടുകൾ വരുന്നില്ല എന്നുള്ളത്. സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന പാട്ടുകളില്ല. നമുക്ക് തന്നെ മനസ്സിലാവില്ലേ, ഇത് കാണുന്നില്ലേ, പ്രോഗ്രാം കാണുന്നില്ലേ, കുട്ടികളുടെ പ്രോഗ്രാം, അവർ പാടുന്ന ഏതാ? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള പാട്ടുകൾ അല്ലേ, അതല്ലേ അവർ സ്റ്റേജിൽ പാടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ഡെപ്തും ഒന്ന് മനസ്സിലാക്കി നോക്കും. അതിന്ന് ഏത് പാട്ടിനുണ്ട്? വളരെ ചുരുക്കം പാട്ടുകളിലല്ലേ. അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ ആ സ്റ്റോറി ഇപ്പോൾ 1 മണിക്കൂറായിട്ട് കുറഞ്ഞു പോയി, സ്റ്റോറിയുടെ ലെങ്ത്. അപ്പോൾ മാം എന്താ ഫീൽ ചെയ്യുന്ന ആ ഒരു അത് ഇൻവോൾവ്മെന്റ് കുറഞ്ഞു പോകും. സ്റ്റോറി അല്ല, സ്റ്റോറി എനിക്ക് എന്നുവെച്ചാൽ പണ്ടത്തേലും ഇഷ്ടമാണ്. ഇന്നും ഞാൻ പഴയ ചില പടങ്ങൾ കാണുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുതിയതും കാണും. അപ്പം മറ്റേതിൽ കുറച്ചും കൂടെ നമുക്ക് ഇൻവോൾവ് ചെയ്യാനും നമുക്ക് തന്നെ നമ്മളെ റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കുട്ടികൾ റിലേറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ടൈപ്പ് സിനിമയിലായിരിക്കും. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കാലഘട്ടമായിരിക്കും. നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് അതിന് മുമ്പുള്ളതല്ലേ. അപ്പോൾ ആ ഒരു 70s ഉള്ള 80s ഉള്ള ഇതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ ഈ ടൈപ്പ് ഓഫ് നമുക്ക് ഒരാളെ റിലേറ്റ് ചെയ്യണം. ഏത് ആർട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ബി സിനിമ, പാട്ടായാലും ഈ പെയിന്റിങ്സ് ആയാലും ഏതൊരു ആർട്ടായാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് ആ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ വീണ്ടും നമുക്ക് ചാനലിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് പരിപാടീസ്, കുക്കറി ഷോസ്, അങ്ങനെയൊക്കെ ആയിട്ട്. സോ മാമിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെമ്മറി ഉള്ള ഒരു പ്രോഗ്രാം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ സൂര്യയിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കോൺസെപ്റ്റ്സ് ചോദിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഇഷ്ടമില്ലാത്ത പ്രോഗ്രാംസ് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വേറൊരാളുടെ പ്രോഗ്രാം ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ എനിക്കിഷ്ടമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന കോൺസെപ്റ്റ് ഇത്. എന്നാലും എടുത്തു പറയുന്നത് ഇപ്പോൾ കുക്കറി ഷോ എല്ലാ ചാനലിലും അന്നും ഉണ്ടായിരുന്നു. എന്നാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാട്ടിൽ പോകുമ്പം ഉള്ള കുക്കറി ഷോ നല്ല രസമായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഇത് പഠിച്ചു. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ സുവർണ്ണ ഗീതങ്ങൾ, പാട്ട് എനിക്ക് ഇഷ്ടമാണ് കേൾക്കാനും. അതാണ് സുവർണ്ണ ഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സുവർണ്ണ ഗീതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ പറയുമ്പോൾ അതിൽ ക്രിയേറ്റിവിറ്റി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരും. അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും എന്ന് പറഞ്ഞ പോലെ ഇവൺ എന്ന് പറയാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതെങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും. കാരണം അതിനെ വിഷ്വലൈസ് ചെയ്യണം. ലിമിറ്റേഷൻ ആലോചിച്ച് നോക്കണം. ഒരു സെറ്റിനകത്താണ് നമ്മുടെ ആ BGM പാർട്ട്, BGM മാത്രം ഇത് ചെയ്യും. പക്ഷെ പാട്ട് പാടുന്നതിന് മുഴുവൻ ആ അഖില തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത്. ലിപ്പ് സിങ്ക് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിൽ എന്തൊരു ക്രിയേറ്റിവിറ്റിയാണെന്ന് അറിയാമോ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ അവിടുത്തെ ക്യാമറാമാൻമാർ എന്താണെന്ന് അറിയാമോ. വിൽസ് ഫിലിപ്പ്, സാബു, സതീഷ്, അവിടെയുള്ള എല്ലാവരുടെ പേരും പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പേരും. അതുപോലെ ക്യാമറ അസിസ്റ്റൻസ് ആയിരുന്ന കുറേ കുട്ടികളുണ്ട്. അന്ന് ക്യാമറ തുടങ്ങി വരികയായിരുന്നു. ഇതിൻ്റെ
പ്രൊഡ്യൂസറായ അനന്തു അതൊക്കെ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ അവരുടെയൊക്കെ. okay. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊന്ന് പറയും. അപ്പോൾ ഓരോരുത്തരുടെ സജഷൻസും എടുത്തിട്ടാണ് നമ്മളതൊരു ടീം വർക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അഖില. അത്രമാത്രം എന്നുവെച്ചാൽ ഒരു പാട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ പാടി പോകുന്ന പോലെ അല്ലല്ലോ, ഇത് വിഷ്വലൈസ് ചെയ്യണ്ടേ. എത്രമാത്രം മെനക്കെട്ടിട്ടാണെന്ന് അറിയാമോ അത്. അതൊക്കെ നമ്മൾ ആ ലിമിറ്റേഷനിൽ മഴ പെയ്യിച്ചിട്ടുണ്ട്, കാറ്റടിപ്പിച്ചിട്ടുണ്ട്, ഒരു കാട്ടിൻ്റെ സീനൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. അത് ഗ്ലാസ്സിനകത്ത് വിക്സ് വരട്ടി അതിനകത്ത് എഫക്റ്റ് ഒക്കെ കൊടുത്ത് എന്തെല്ലാം. അതാ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ എന്റെ തലയിൽ മാത്രം വരില്ല, അവിടെ നിൽക്കുന്ന എല്ലാവരുടെയാണ്. അത് ക്യാമറമാനൊക്കെ എന്താ അറിയാമോ, അവരെ സ്കില്ലൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നന്നായിട്ട്. മനസ്സിലായില്ലേ? ഇപ്പം വിൽസ് ആയാലും ഞാൻ പറയില്ലേ, എല്ലാവർക്കും അവരും അവരുടെ കോൺട്രിബ്യൂഷൻ ഭീകരമാണ്. ക്രെയിനൊക്കെ ഇട്ട് അതിനകത്ത് ഈ സെറ്റിനകത്ത് മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ട് ചെയ്ത, വെറുതെ ഒരു കോമ്പയർ വന്ന് നിന്ന് സംസാരിക്കുന്ന പോലെ അല്ല. സംസാരിക്കുമ്പോൾ പിന്നെ സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു ഫോൺ ഇൻ പ്രോഗ്രാം. ഇപ്പം മ്യൂസിക് മൊമെന്റ്സിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, രമ്യയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും രമ്യ ആക്റ്റീവാണ്. അപ്പം ഫോണിനാണ് ഇൻട്രസ്റ്റിംഗ് ഫോൺ കോൾസ് വരും. അപ്പൊ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിലും എല്ലാ സെലിബ്രിറ്റീസും, ഇവൻ യേശുദാസ് സാർ വരെ അതിനകത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സെലിബ്രിറ്റീസിനെയും അതിനകത്ത് കൊണ്ടുവന്ന് അവർ പാടി, ഒരു 2 പേര് പാടും, എന്നിട്ട് ആ പാട്ടിലോട്ട് നമ്മൾ പോകും. മനസ്സിലായി? എന്തായാലും ഫോൺ ഇൻ പ്രോഗ്രാം വളരെ കളർഫുൾ ആയിട്ട് രമ്യ അത് കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് എത്രയോ എപ്പിസോഡ്സ് പോയ ഇതാണ്. മനസ്സിലായില്ല? അതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും പറയും. ചുമ്മാ പാട്ട് കേൾക്കുകയല്ല, പാട്ടിനെ പറ്റി അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആ പാട്ടിന്റെ എഴുതിയതാരാണ്, എഴുതിയതാണ്, സംഗീതം നൽകിയതാരാണ്, പാടിയതാരാണ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ പക്ഷെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് സുവർണ്ണഗീതം. ആ ലാസ്റ്റ് ഡേ വരുന്ന മൊമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വിഷമമുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ മനസ്സിൽ? ഇല്ല ഒരിക്കലും. അത് അല്ല, അങ്ങനെയല്ല. കാരണം സുവർണ്ണഗീതങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം അത്രയും മാത്രം ഫ്രീഡം ഒക്കെ അവർ തന്നിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ, മഴ പെയ്യിക്കാന്ന് പറഞ്ഞാൽ സെറ്റ് നനഞ്ഞു. പക്ഷെ അതിനൊന്നും നമ്മുടെ മാനേജ്മെന്റ് അവർ ഉണ്ടല്ലോ, അവർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ആങ്കറിംഗ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം പരിപാടി കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കുമല്ലോ, ഇനി ഇല്ല അങ്ങോട്ട്, ആ അവസാനത്തെ ഡേ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ മനസ്സിൽ? ഇല്ല, സത്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് അറിയാമോ, അങ്ങനെ വിഷമം എന്ന് പറയാൻ നമ്മൾ വിഷമിക്കുന്നത് എന്തിനാ? നമ്മൾ മിസ് ചെയ്യുമ്പോഴാണ് വിഷമിക്കുന്നത്. നമ്മൾ ചെയ്തത് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മുടെ ജോലി അതായിരുന്നു. ഞാനും എൻജോയ് ചെയ്തു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എൻജോയ് ചെയ്തു. മനസ്സിലായില്ല? ഇത് പക്ഷെ ഒരു എപ്പിക്കൊന്നുമല്ല, ഈ കാലാകാലം നിലനിൽക്കണം എന്നൊന്നും അങ്ങനെയൊന്നും. ഈ വലിയ ഒരുപാട് മോഹങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു മോഹങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഈ TV ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അതാദ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ 100% നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടുമില്ല. നമ്മൾ ചെയ്യാത്തതിനെ നമുക്ക് വിഷമം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്ത തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യ വിട്ട് സത്യം, അത് വരും തീർച്ചയായിട്ടും. അതുണ്ട് നല്ല. പക്ഷേ വിട്ട് വന്നെങ്കിലും നിലനിൽക്കുന്ന ഇന്നും അതിനകത്ത് കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇപ്പോഴും. തീർച്ചയായിട്ടും ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ചേച്ചി സുഖാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. ഇന്നും നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിൽസ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എൻ്റെ ക്യാമറമാനായ വിൽസ് ഇപ്പം ഫ്ലവേഴ്സിൻ്റെ ക്യാമറ ഇതിൻ്റെ ചീഫാണ്. അതുപോലെ രവി കൃഷ്ണൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ കൊളീഗ്സ് ആയിരുന്നു. രവി ഇപ്പം ആക്ടറാണ്, സീരിയലിലൊക്കെ വലിയ തിളങ്ങി നിൽക്കുന്ന ആക്ടറാണ്. അപ്പം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ പ്രൊഡ്യൂസേഴ്സും തന്നെ, ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ എൻ്റെ സിന്ധു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലേഡീസ് പ്രൊഡ്യൂസേഴ്സ് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകാൻ പറ്റില്ല, സിന്ധു പോവും. എൻ്റെ കുക്കറി ഷോയ്ക്ക് സിന്ധു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്യാനായിട്ട് സിന്ധു പോവും. അല്ലെങ്കിൽ എനിക്ക് വലുതായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞാൻ സെറ്റിനൊന്നും പോയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എന്തെങ്കിലും 1-2 പ്രാവശ്യം ഞാനും പോയി ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ചെയ്യാൻ വയ്യെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരസ്പര ധാരണയിലാണ് ഞങ്ങൾ ഇത് എന്താ പറയുക അവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ നമ്മൾ കുറേ ചാനൽസ് ഉണ്ടെങ്കിലും, കുറേ ചാനൽസ് ഇല്ല എന്നാൽ പോലും സൂര്യടി എന്ന് പറഞ്ഞ ഒരു തരംഗമായിരുന്നു. ഭയങ്കര അതെ, സൂര്യയും ഏഷ്യാനെറ്റും ആയിരുന്നു മത്സരം. എങ്ങനെ ആ ഒരു മത്സരം പക്ഷെ നല്ലൊരു ഇതായിരുന്നു. അല്ല, നമുക്കൊരു ഡ്രൈവാണത്. നമുക്ക് ചുമ്മാ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ ആളുകളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിയല്ല. നമുക്കൊരു ഊർജ്ജം കിട്ടണമെങ്കിൽ നമ്മുടെ പിറകെ ഒരാളെ ഓടുമ്പോഴല്ലേ നമുക്ക് ഓടാനുള്ളൊരു ഇത് കിട്ടുള്ളൂ, വാശി കിട്ടുള്ളൂ. അപ്പോൾ വാശി വേണമല്ലോ, എല്ലാത്തിനും ഒരു വാശി വേണം.
എനിക്ക് തോന്നുന്നു മറ്റേ ജയസൂര്യ അതെ അതെ കാരണം ജയൻ ആദ്യം വരുമ്പം വന്ന് നമ്മുടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ റീച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. അന്ന് സൂര്യ ചാനൽസിന്റെ റീച്ച് ആലോചിച്ച് നോക്കൂ. അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജയസൂര്യക്ക് ആദ്യമായിട്ട് ഊമപ്പെണ്ണിനെ ഉരിയാടാ പയ്യൻ കിട്ടുന്നത്, ചാൻസ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പിടിച്ച കിട്ടത്ത ലെവലിലോട്ടൊക്കെ മാറിയില്ല ആള്. അപ്പം അത്രയും വലിയൊരു റീച്ചും പിന്നെ കഴിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പാവം എറണാകുളത്ത് നിന്ന് വന്ന് പ്രോഗ്രാം ചെയ്ത് തിരിച്ചു പോവുക. അങ്ങനെ കുറേ നമ്മുടെ ഒരുപാട് പേര് കോമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നത് ഇതിലൂടെയാണ്, മനസ്സിലായില്ലേ? ആദ്യം ആങ്കറിങ്, പക്ഷെ ആങ്കറിങ് അന്ന് അത്ര നിസ്സാരമല്ല, ഒരിക്കലും അല്ല. കാരണം നമ്മൾ വിചാരിക്കും അതിൽ ആക്ടിങ്ങിന്റെ അതല്ല, ആക്ടിങ് പിന്നെയാണ് അത് ട്രെയിൻഡ് ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആങ്കേഴ്സ് ഇപ്പത്തെ ആക്ടറിനെ പോലെ കാണുന്നത്. അതെ അതെ അതെ, അത്രയും പവർഫുൾ ആയിരുന്നു. അവരൊന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമായിരുന്നു. വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. കാരണം അവരുടെ ഔട്ട്പുട്ടും അങ്ങനെയായിരുന്നു. അവർ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തത്. അതിന്റെ ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാർസ് അവർ തുടക്കത്തിൽ അത് കോമ്പയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാരയൊക്കെ കൈരളിയിലോ ചാനലിൽ കോമ്പയർ ആയിട്ടാണ് ആദ്യം തുടങ്ങുന്നത്, പിന്നെയാണ് മനസ്സിനക്കരയിൽ വരുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആങ്കറിങ് ആണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ചാനൽസിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഈ ചാനൽസിനെ നന്നായിട്ട് ആൾക്കാരിൽ പെട്ടെന്ന് കൺവേ ചെയ്യാൻ പല കാര്യങ്ങളും, ഞാൻ പറയാം സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ജനങ്ങളിൽ എത്തിക്കാൻ ഏറ്റവും നല്ല മീഡിയം ടി വി തന്നെയാണ്. കാരണം നമ്മുടെ സിറ്റിംഗ് റൂമിൽ ഇരിക്കുകയല്ലേ ആള് പറഞ്ഞുതരാൻ. അത് ഓപ്പൺ ചെയ്ത് കാണാൻ നല്ല നല്ല പ്രോഗ്രാംസിലോട്ട് അട്രാക്ട് ചെയ്യിക്കണം. അതിന് മാത്രമാണ് അതിന് പ്രൊഡ്യൂസേഴ്സിൻ്റെ കഴിവ്. ഇവിടെ ഈ പണ്ട് കാലത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ 90s 80s ഒക്കെ ആകുമ്പോൾ നമ്മൾ അച്ചടക്കം തല്ലി സ്കൂളിലൊക്കെ തല്ലിയൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ആകാംക്ഷയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറെൻ്റായി ഫീൽ വരുന്നുണ്ട്. എങ്ങനെയാണ്? കാരണം നമ്മൾ പണ്ട് നമുക്ക് പേടിയില്ലായിരുന്നു കുട്ടികളെ. നമുക്ക് ഇപ്പം നമുക്കായാലും ഒന്ന് പുറത്തിറങ്ങി പോകണമെങ്കിൽ പേടിയില്ലായിരുന്നു. പിന്നെ കുട്ടികളെ അതെ എൻ്റെ മക്കളൊക്കെ ഇപ്പം അവരൊക്കെ വലിയ ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ എനിക്ക് സ്കൂളിൽ വിടാനോ ഒന്നും പേടിയില്ലായിരുന്നു. നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. അവരവരുടെ കുട്ടിക്കാലം ഇവിടെ കളിച്ച് പാടുന്നു, പാട്ട് പാടും, അല്ലെങ്കിൽ അവർ കളിയിൽ പോകുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുന്നു. നമുക്കൊരു ഏറ്റവും ഇത് കുറച്ച് വലുതാകുമ്പോൾ സ്മോക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒരു ബിയർ കുടിക്കോ, ഇതൊക്കെ ഉള്ളൂ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഈ ഇതൊക്കെ കുടിക്കുന്നതൊക്കെ സൂക്ഷിക്കണം, ബിയറല്ല മറ്റേലോട്ട് പോകും എന്നൊക്കെ പേടിയുണ്ട്. ഇന്നതല്ല. ഇന്നത്തെ പേടി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഭീകര പേടിയാണെന്ന് ഞങ്ങൾ വളർത്തി കഴിഞ്ഞ് വിട്ടുവെങ്കിലും ഇന്നത്തെ കുഞ്ഞുങ്ങൾ, ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു ലോകത്തിലേക്കാണ് അവർ വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ 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 ഒരു പേടിയും ആകാംക്ഷയുണ്ട്. അതെങ്ങനെയെങ്കിലും അതിനെ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടി സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വലിയൊരു ദൗത്യം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഓക്കെ, ആസ് എ അമ്മ എന്നൊരു സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടത്? അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. എല്ലാവരും കൂടി സംസാരിക്കണം. അതെ, സംസാരിക്കുക മാത്രമല്ല നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്താലേ ഈ കുട്ടികളുടെ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. ഇപ്പം ഞാൻ കട്ടിൽ കയറി ഇരുന്നിട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. ഞാൻ വൃത്തിയാക്കി കാണിച്ചു കൊടുത്താലേ അവർ ചെയ്യുള്ളൂ. മനസ്സിലല്ലേ? ആദ്യമൊക്കെ അവർക്ക് എഗെയിൻസ്റ്റ് ആവും, പക്ഷെ പിന്നെ അതിൻ്റെ മനസ്സിലാക്കണം, അത് വൃത്തിയായിട്ടിരിക്കണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ ഒന്ന് ആദ്യമൊക്കെ നല്ല സോഫ്റ്റായിട്ട് പറഞ്ഞാൽ ചിലപ്പം നല്ലോണം ഉറച്ചും പറയേണ്ടി വരും. പക്ഷെ എന്നാലും അവരിൽ അത് ഇൻസ്റ്റിൽ ചെയ്യണം. നമ്മൾ അതിനകത്തോട്ട് അവരുടെ ആ ബോധം വരുത്തി കൊടുക്കണം. ഇതിപ്പോൾ എന്ത് പറ്റി, അതൊക്കെ നമുക്ക് പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടെ ഇരുന്ന്, പണ്ടൊരു കറണ്ട് കട്ടിൻ്റെ കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരു ഗുണം അതായിരുന്നു. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇരുട്ടത്ത് കുട്ടികൾ തമ്മിൽ ഇൻട്രാക്ഷൻ ചെയ്യും. ഇന്നങ്ങനെയല്ല. 98 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൊബൈൽ ഫോൺ വന്നു. പേരൻസ് അവർ വർക്ക് ചെയ്യാൻ, അന്നും വർക്ക് ചെയ്യുന്ന പേരൻസ് ഉണ്ടെങ്കിലും അവർ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം നിങ്ങളുടെ കൂടെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വൈകുന്നേരം വന്ന് അവർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. നല്ല കാര്യങ്ങൾ പറയുക, അന്നത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോക കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. മനസ്സിലായില്ല? അത് ഇന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വേഗം എത്തുന്നുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അങ്ങനെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് എന്ത് പറ്റി? ഇന്ന് അച്ഛനും അമ്മയും വർക്കിങ്ങിന് പോകുന്നുണ്ട്, പക്ഷെ അവർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. വന്നു കഴിഞ്ഞാൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 മൊബൈലിലാണ്. ഈ നമ്മളൊക്കെ അടക്കം ഇത് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പം എനിക്ക് എപ്പോഴും ഞാനൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അത് ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്ന കാലത്ത് നമുക്ക്
നമ്മുടെയും ചെറുപ്പമാകുമ്പോൾ നമുക്ക് എല്ലാം പടികളൊക്കെ തീർക്കണം, കുട്ടികളെ സ്കൂളിൽ അയക്കണം, പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അന്ന് ടി വി മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ല. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ടി വി കുറച്ച് നേരം ടി വി കാണും, പിന്നെ നമ്മളെല്ലാവരും കൂടെ കളിക്കും. നമ്മളെല്ലാവരും തന്നെ ഇരുന്ന് ഇപ്പം പണ്ടത്തെ കളികളൊക്കെ ഉണ്ടല്ലോ, ക്യാരം ബോർഡ് കളിച്ചു, അല്ലെങ്കിൽ ലൂഡോ കളിച്ചു, കളിച്ചു, സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചു, അങ്ങനെയൊക്കെ. ഇതൊക്കെ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ് അവരുടെ കൂടെ പോയി കളിച്ചു. ഇന്ന് ആ പേരൻസിന് അത് പറ്റുന്നില്ല, ഒരുപാട് പേരൻസിന്. കാരണം അവരെ വേറെ കുറ്റം പറയല്ല, ജീവിതചര്യ അങ്ങനെ ആയിപ്പോയി. ഇപ്പം പണം ഉണ്ടാക്കണം, കുട്ടികളെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ വളരെ വലുതാക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു സാധനം മിസ് ചെയ്തു പോകും, ക്വാളിറ്റി ടൈം. അതാണ് അവരുടെ ജീവിതം എന്താണെന്നും എങ്ങനെയാണ് വാല്യൂസ്, ലൈഫിൻ്റെ വാല്യൂസ്. പണമല്ല എല്ലാം. ബി എ ഗുഡ് മാൻ. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ആദ്യം പഠിപ്പിക്കണം. നല്ലൊരു മനുഷ്യനെ, വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ആദ്യം പഠിപ്പിക്കണം. പഠിപ്പിക്കുകയല്ല, നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് പല രീതിയിലാവാം. നമ്മളായിട്ട് തന്നെ കാണിക്കണം. എന്താ പറയുക, അവർ നാച്ചുറലായിട്ട് അവരത് എടുത്തോളും, മനസ്സിലായില്ല, അത് അവർ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം എനിക്ക് ഇന്ന് ആ കുട്ടികളിലോട്ട്, അത് ഇന്നത്തെ കൊച്ചുമക്കളുടെ അടുത്ത് അത് എത്തിക്കാൻ എങ്ങനെയെങ്കിലും ഒരു വഴി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് എന്താണ് ഡ്രഗ്സ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു 3ാം ക്ലാസ് ആയ കുട്ടിയെ വരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിപ്പോൾ. കാരണം പഞ്ചസാര പോലെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഇത് സ്വീറ്റാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഒരു പ്രാവശ്യം കഴിച്ചാൽ, പറയുന്നത് അങ്ങനെയാണ്, ഒരു പ്രാവശ്യം കഴിച്ചു പോയാൽ പിന്നെ യു ഹുക്ഡ് അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് രക്ഷിക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞ് അങ്ങനെ പോകില്ല. എല്ലാവരും എന്താണ് പറയുക, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. പക്ഷേ ചെയ്യുന്നത് അറിയില്ല നമ്മൾ, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ, നമ്മുടെ മക്കൾ പോകുന്ന കറക്റ്റ് വഴിയാണോ, അവരെടുത്തിരിക്കുന്ന ഫ്രണ്ട്സ് ആരാണ്, നല്ല ഫ്രണ്ട്സിനെയാണോ, ഏത് ഫ്രണ്ട്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്, അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ അവരുമായിട്ടൊക്കെ പരിചയപ്പെടുക, മനസ്സിലായില്ലേ. ആ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുക, നല്ല വാല്യൂസ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു അതിനകത്തൊക്കെ ഒരു മോചനം ഉണ്ടാക്കാൻ വിചാരിക്കണം. അതുണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി ലോകം നന്നായിട്ട് വരണേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് സീരിയസ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ പ്രാർത്ഥനയൊന്നും, ഭക്തി അത്യാവശ്യം വേണമല്ലോ, ജീവിക്കണ്ടേ. ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെ ദൈവമുണ്ടോ അങ്ങനെ? നമുക്ക് പറഞ്ഞ പോലെ ഇഷ്ടമാണ് വെറൈറ്റി. നമ്മുടെ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഹിന്ദുക്കളുടെ ഇഷ്ടം പോലെ ഇതുണ്ട്. പക്ഷേ എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഒരു ഇതുള്ള ബോധമാണ്. ഇപ്പം ഏത് പ്രാർത്ഥിച്ചാലും, ഇപ്പം ഏത് അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തോന്നുന്ന ആരാണോ എൻ്റെ തലയിൽ വരുന്നത് അവരെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്, മനസ്സിലായില്ല. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഗുരുവായൂരപ്പൻ ഭയങ്കര, അതെ, ഗുരുവായൂരപ്പൻ ഓഫ്കോഴ്സ് വീക്ക്നെസ് ആണ്, നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ഗുരുവായൂരപ്പൻ. പിന്നെ ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, ഇതൊക്കെ എനർജിയാണല്ലോ. നമ്മൾ ഫോം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഫോം ഇല്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ ഒക്കില്ല. അപ്പോൾ കുട്ടിക്കാലത്തേ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞു തരുന്നതാണ്, നല്ല കഥകളിലൂടെയും അതൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കാനും, വൃന്ദാവനിൽ അങ്ങനെ കളിച്ചു, ഇങ്ങനെ കളിച്ചു, അതൊക്കെ വെണ്ണകെട്ട് തിന്നത്, ഇങ്ങനത്തെ കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കഥകൾ. പക്ഷേ കുറച്ചും കൂടെ വലുതായി എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇത് ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാവുകയും പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം, മനസ്സിലായില്ലേ. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്, ഓരോ സമയത്ത് പോലെയാണ്. അപ്പം നമ്മൾ അതിൻ്റെ എനർജിയും അതിൻ്റെ സ്പിരിറ്റുമാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അത് എന്നുള്ളത് മനസ്സിലാക്കി ഇതൊക്കെ നമ്മളെ ബെറ്റർ പേഴ്സൺ ആക്കാനാണ്. കുറേ അത് കുറേ ടൈം എടുക്കും കേട്ടോ. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, നമ്മളൊക്കെ വിശ്വസിക്കുന്ന, നമ്മൾ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ കർമ്മത്തിനുള്ള അനുസരിച്ച് നമ്മളെ ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഹൗ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ, അത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബെറ്റർ പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുക, ആവാനുള്ള ശ്രമത്തിലാണ്. അതാണ് എനിക്ക് എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാംസ് ഒക്കെ കുറേ കഴിഞ്ഞു, ട്രാവലിംഗ് കഴിഞ്ഞു, യാത്ര എല്ലാം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ കറന്റ് യാത്ര കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി തുടങ്ങുന്നു. യാത്ര തുടർന്നുകൊണ്ടേ ആണല്ലേ. അതായത് ഇനി എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എത്ര കാലം യാത്ര ചെയ്യും? ഞാൻ പറയും, ഇനി ഒരാളുടെ കൈ പിടിക്കുന്ന കാലം വരെ ഞാൻ യാത്ര ചെയ്യും. അത്രയും ഇഷ്ടമാണ്, എത്ര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ സോളോ ആണോ താല്പര്യം, ഗ്രൂപ്പ് ആയിട്ടാണോ? എനിക്ക് എന്നാലും നാളെ ഒരു സോളോ ട്രിപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഏത് ചൂസ് ചെയ്ത്? ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും സത്യം പറഞ്ഞാൽ ഗ്രൂപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ പോകുന്ന, മനസ്സിലായില്ല, മേക്കപ്പിനൊക്കെ ഒരു പരിപാടി പറഞ്ഞ പോലെ പ്രായം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു കൂട്ട് വേണം. കാരണം ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വീട് വിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊരു ഭയമാണ്, ടെൻഷൻ അവർക്ക് വരും. മറ്റു ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു സമാധാനമുണ്ട്. നമ്മൾ അവരുടെ സമാധാനം കളഞ്ഞ് നമ്മുടെ സെൽഫിഷ് മോട്ടീവ്സിന് നമ്മൾ പോകരുത്. നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം കൂടെ കൊടുക്കണം. ഓക്കെ. വേറെ ചെറിയൊരു ഫണ്ടി ക്വസ്റ്റ്യൻ ആണ്, ഈ ഗ്ലാമറേഴ്സ് എന്താ?
ഗ്ലാമറിന്റെ രഹസ്യമോ? ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോ ഒരു മുട്ടായി അങ്ങോട്ട് തരാം കേട്ടോ. സീരിയസ്ലി സീരിയസ് മിഠായി ചോക്ലേറ്റ് ഉള്ളതാണോ? കറക്റ്റ് ആണോ ശരിക്കും? ചോക്ലേറ്റ് അപ്പോ നല്ലതാണ്. ലതിക മാമിന്റെ ഗ്ലാമർ രഹസ്യം ചോക്ലേറ്റ്. ബ്ലാക്ക് ഫോറസ്റ്റ് ഇല്ല, സ്വീറ്റ്. വലിയ സ്വീറ്റ് അല്ല, ഒരു ഇടത്തരം നല്ല ചോക്ലേറ്റ്സ് ഇപ്പൊ കിട്ടുന്നുണ്ട്, മനസ്സിലായില്ല? അങ്ങനത്തെ ഒക്കെ വലിയ മധുരം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ. അതിന് നല്ലൊരു എന്താ പറയാ, ഗോർമേ പോലത്തെ നല്ല സാധനങ്ങൾ തന്നെ വരുന്നുണ്ട്, നല്ല ചോക്ലേറ്റ്സ്. അപ്പൊ അതൊക്കെ കഴിക്കും. സ്വീറ്റ്സ് വേറെ സ്വീറ്റ്സ് എന്നാണ് അത്ര വലിയതൊന്നുമില്ല. ചോക്ലേറ്റ് ആണ് എൻ്റെ മെയിൻ. പിന്നെ എനിക്ക് ജലേബി ഇഷ്ടമാണ്, നല്ല നെയ്യിലുള്ള ജലേബി ഇഷ്ടമാണ്. അപ്പൊ ഈ ഹെൽത്ത് ഒക്കെ നോക്കണ്ടേ, ഷുഗർ പ്രഷർ കാര്യങ്ങളൊക്കെ? ഷുഗർ ഇപ്പൊ തൽക്കാലം ഷുഗറിന്റെ എന്തോ ഒരിടയ്ക്ക് കണ്ടു, കാരണം കോവിഡ് വന്നു എനിക്ക് 2 പ്രാവശ്യം. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് ഒരു വേരിയേഷൻ കണ്ടിട്ടുണ്ട്. അതെ, പക്ഷെ കൊളസ്ട്രോളും പ്രഷറും ഒന്നും ഇല്ല ഇതുവരെ. കാരണം അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, നമ്മൾ യോഗയും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കൺസിസ്റ്റന്റ് അല്ല. ചില യാത്രകളുടെ സമയത്തൊക്കെ നിർത്തി വെക്കും, ഇനി തുടങ്ങണം, അങ്ങനെയൊക്കെ. എന്നാലും ക്രിയായോഗ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് ഞാൻ ദിവസവും ചെയ്യും. ഗുരുജി, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ക്യാൻസർ ആണോ ചൈൽഡിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കുന്ന ഒരു സംഭവം. ഇപ്പോഴല്ല, കുറച്ച് വർഷം മുമ്പ്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്വസ്തി എന്ന് പറഞ്ഞൊരു സ്വസ്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്, അതിലെങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഈ സൊസൈറ്റിയിലുള്ള എല്ലാവരും ഉണ്ട്. പോലീസിൽ നിന്നുണ്ട്, അഡ്മിനിസ്ട്രേഷനിലുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, അങ്ങനെ പലതരം ആൾക്കാർ, അത്യാവശ്യം പൊളിറ്റീഷ്യൻസ് ഉണ്ട്. എല്ലാവരും ഉള്ള ഒരു നല്ല ഗ്രൂപ്പാണത്. അപ്പോൾ അതിലെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് പണ്ടൊക്കെ നമ്മൾ ആദ്യം ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്യാൻസർ അവയർനെസ് ആണ്. ആൾക്കാരിൽ ക്യാൻസർ ആയിരുന്നു അന്നൊരു 10 കൊല്ലം മുമ്പേ, ക്യാൻസർ ആയിരുന്നു ഒരു ഭീകരമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇന്നും അതെ, പേടിച്ചിട്ട് നമ്മൾ പോവില്ല. അയ്യോ, സ്ത്രീകളുടെ ലെവലിൽ നിന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് പോകും. അതായത് ഇപ്പം പള്ളികളിൽ അവരടുത്ത് പറയാം അറേഞ്ച് ചെയ്യാൻ, സ്കൂൾസിൽ അറേഞ്ച് ചെയ്യാൻ പറയും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് അറേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്തിട്ട് പല ഡോക്ടേഴ്സ്, നമ്മുടെ കൂടെ കുറേ നല്ല എമിനൻറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ പോയി ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, മൗത്ത് ക്യാൻസർ, മനസ്സിലായില്ലേ, ഇങ്ങനത്തെയൊക്കെ ഉള്ളത് നമുക്ക് അപ്പം ക്യാമ്പിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്നിട്ട് അതിൽ അഥവാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കും. RCC ഇങ്ങനെ കുറേ ഹോസ്പിറ്റൽസുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് അവർ സെലക്ട് ഇങ്ങനെ അഥവാ കണ്ടാൽ അവരെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ അത് ഒന്നാമത് മനസ്സിലാക്കേണ്ട അതാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ എന്നുള്ളത് ഇതിന് പേടിച്ചു കഴിഞ്ഞാൽ പേടിച്ച് കാണിക്കാതിരിക്കരുത്. നമ്മൾ വിചാരിക്കും പഠിക്കാത്ത ആൾക്കാരാണെന്ന്. അല്ല, പഠിച്ചിട്ടുള്ള, അതായത് നമ്മൾ സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പോലും ഇത് കാണുമ്പോൾ പേടിച്ചിട്ട് ഒന്ന് നിൽക്കും. കുറച്ചും കൂടെ ചിലപ്പോൾ ആയിരിക്കില്ല, ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീർക്കാം. ഇപ്പൊ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ഇതേ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം മൂവ് ചെയ്താൽ മതി. പിന്നെ അത് കംപ്ലീറ്റ് പിന്നെ പോയി പിന്നെ സ്റ്റേജ് മാറുമ്പോഴത്തേക്കും അത് വേറെ ലെവലിലോട്ടത് മാറിപ്പോകും. മനസ്സിലായില്ലേ? ചെറിയൊരു മുളയിലേ നുള്ളുക എന്ന് പറയുന്ന പോലെ പലതും മുളയിലേ നുള്ളി കഴിഞ്ഞാൽ സംഭവം രക്ഷപ്പെടാം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ അവയർനെസ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രഗ്സാണ്. അതെ, അതിനെക്കുറിച്ച് നമ്മളിപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു സംരംഭം ഉണ്ടാക്കുകയാണ്, അവയർനെസ് ഉണ്ടാക്കുക. അതുപോലെ ഇതിൻ്റെ യൂസേജ്, അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേരൻസിനെയും എല്ലാവരെയും ഇൻവോൾവ് ചെയ്ത് സ്കൂൾസിലും കോളേജസിലും ഒക്കെ പോയി പറഞ്ഞ് ഇത് എന്താണ് ഈ ഡ്രഗ് മെനസ്, എന്തിനാണ് ഈ കുട്ടികൾ അതിൽ പോകുന്നത്, എവിടെയോ ഒരു കുറവ് വന്നത് കൊണ്ട് അത് നികത്താനാണ് അവർ ഇതിലോട്ട് മാറുന്നത്. ആ കുറവ് എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അത് ഇൻഡിവിജ്വലാണ്, ആക്ച്വലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. കാരണം എൻ്റെ കുറവല്ല ഇനി ഒരാളുടെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ ഓരോ കുട്ടികളുടെ എന്താണെന്നുള്ള കൗൺസിലിംഗ് അത്യാവശ്യമാണ്. ഇപ്പോൾ സ്കൂൾസിലൊക്കെ കൗൺസിലിംഗ് ഉണ്ട്. പണ്ടൊക്കെ അഡോളസൻസിന് പ്രോബ്ലം എന്നൊക്കെ, ഇപ്പോൾ അഡോളസൻ പ്രോബ്ലം വലിയൊരു പ്രോബ്ലമാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അഡോളസൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലല്ലേ? അമ്മയുടെ വന്ന് വല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അടി അഡോളസൻ പ്രോബ്ലം ജനലിൽ കൂടെ പോകും. ഞാൻ ഡിപ്രഷനിലേക്ക് പോവാണ്, അത് പോവാണ് കൊള്ളാം, നേരത്തെ വന്നോളാം. അതെ അതെ അതെ, അതാണ് അത്രേ ഉള്ളൂ മാക്സിമം. പണ്ടൊന്നും നമുക്കൊന്നും അങ്ങനെ 5 മണി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മാക്സിമം ഒരു കോളേജിലൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പം എന്താണ്, ഞാൻ ഫിസിക്സ് മെയിനായിരുന്നു. അപ്പം എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലാബിലെ പണിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ലേറ്റായി കോളേജ് ബസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സിറ്റി ബസ്സിൽ വരണം. ഈ പർട്ടിക്കുലർ ടൈമിന് മുമ്പേ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ തീർന്നു അന്നത്തെ കാര്യം, മനസ്സിലായില്ലേ? നമുക്ക് പേടിയായിരുന്നു, ഗുരുക്കന്മാരാണെങ്കിലും പാരന്റ്സിനൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇന്ന് ഭയമില്ല. ഇന്ന് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് എടുത്തോടുകൂടി, വടി എടുത്തോടുകൂടി ആ ഭയം മാറി.
അവരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് വേറൊന്ന്. എല്ലാവരും യൂസ് ചെയ്യുന്നതിന് പകരം പല കാര്യങ്ങളും മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഫ്രീഡം വേണം, പക്ഷെ അത് മിസ്യൂസ് ചെയ്തപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അതെ അതെ അതെ, മനസ്സിലാവണുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. പണ്ടത്തെ പോലെയല്ല ഞങ്ങൾ ഇന്നും ആസ് ഹൗസ് വൈഫ്സ് നമുക്കും നമ്മുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ ആ ഫ്രീഡം ഒരു പരിധി കഴിഞ്ഞ് മിസ്യൂസ് ചെയ്തപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ആണല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ലൈഫിൽ എന്താണ് ഇനി പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ, ചെയ്യാൻ ആഗ്രഹം? അല്ല, ഒന്നാമത് ഞാൻ വലിയ പ്ലാനിങ് ഉള്ള ആളല്ല. എങ്കിലും എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ സുസ്തി വഴി വരുന്നത് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻസ് ചെയ്യാൻ, കുറേ കൂടെ കാര്യങ്ങൾ എനിക്ക് അതിൽ കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ അതാണ് എനിക്ക് ഇനി ഒന്ന് ഈ നമ്മുടെ അടുത്ത വരുന്ന ജനറേഷൻ ഒന്ന് നല്ല ക്ലീനായിട്ട് നല്ലൊരു എൻവയറൺമെൻറ്റിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതിൽ എന്നാൽ കൊണ്ട് ഇപ്പോൾ നമുക്കൊരു പരിമിതിയുണ്ട്, എന്നാലും ആ കഴിവിൻ്റെ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അവർക്കൊന്ന് ഡിവോട്ട് ചെയ്തിട്ട് ആ കുട്ടികളെ ഒരു കുഞ്ഞെങ്കിലും ഒന്ന് അതിലോട്ട് മാറിയെങ്കിൽ, നല്ലൊരു ഇതിലോട്ട് മാറിയെങ്കിൽ എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന് എന്തെങ്കിലും എന്നാൽ പറ്റുന്നത് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. അതാണ് വേണ്ടത്, ഒരു ബെറ്റർ ഫ്യൂച്ചർ. കാരണം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുട്ടികളാണല്ലോ. അപ്പോൾ കുട്ടികളുടെ ആ കൊച്ചു അതായത് ഞാൻ എപ്പോഴും പാലിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം വൃദ്ധാശ്രമങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട് അല്ലേ? അവർ തെറ്റ് പറയല്ല, മക്കൾക്കും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് സമയമില്ല. പലരും അന്യനാട്ടിലാണ്. അപ്പോൾ അവരുടെ പേരൻസിനെ പറ്റി അവർക്ക് എന്താ പറയുക, ആകാംക്ഷയുണ്ട്. അപ്പോൾ അവർ നല്ലൊരു സേഫ് സ്ഥലത്ത് കൊണ്ടാക്കുന്നു എന്നുള്ള ലെവലിൽ പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ തള്ളിക്കളയുന്ന ഒരു വൃദ്ധാശ്രമങ്ങളിലാണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ എല്ലാ വൃദ്ധാശ്രമത്തിൻ്റെ അടുത്തും ഒരു ഓർഫണേജ് പോലെയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡേ കെയർ പോലെയോ എന്തെങ്കിലും ഒന്നും കൂടെ വരികയാണെങ്കിൽ ഇവരൊക്കെ നല്ല അമ്മൂമ്മമാരായിട്ട് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അപ്പൂപ്പന്മാരായിട്ട് നിന്ന് നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. അവർ ഫ്രസ്ട്രേഷൻ നിന്ന് വിട്ടു നിൽക്കണം. ഈ കുഞ്ഞുങ്ങൾക്കും അവരുടെ ഗ്രാൻഡ് പേരൻസെന്നോ അല്ലെങ്കിൽ അമ്മമാരെന്നോ അച്ഛന്മാരെന്നോ കിട്ടാത്ത ചില ക്വാളിറ്റി ടൈം ഇവരൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ രണ്ടും കൂടെ കൊണ്ടുവന്ന് സമഗ്രമായിട്ടുള്ള ഒരു വെറുതെ വൃദ്ധാശ്രമങ്ങളാക്കരുത്. വെറുതെ പിന്നെ കുട്ടികൾക്കുള്ള ഉണ്ടല്ലോ എന്താ പറയുക, സ്കൂൾ ഡേ കെയർ, ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ചാൽ ഒരുപാട് പേരൊക്കെ ഒരു ചേഞ്ച് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും അത് കേട്ടിട്ട് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒരു കൂട്ടായ്മയിൽ കൂടെ അത് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഭയങ്കര ഒരു ടോക്കായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അത് ശരിയാണ് കേട്ടോ. സേതു അത് കറക്റ്റാണ് പറഞ്ഞത്. കാരണം സേതുവിൻ്റെ ചോദ്യങ്ങൾ വളരെ എന്താ പറയുക, നല്ല ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാം ശരിയാണെങ്കിലും ബട്ട് യു ഡിഡ് എ ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ആങ്കറായി, പിന്നെ എന്താണ് ഭാവിയിൽ ഒരു ആക്ടറായി ഒക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.